ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകളുമായി ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. കുടുംബം വേണുവിന് ചികിത്സ വൈകിപ്പിച്ചെന്നാരോപിച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. നേരത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയ വിശദീകരണത്തിൽ കുടുംബത്തിന് അന്ന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വിശദീകരിച്ചിരുന്നത്. സാധാരണഗതിയിൽ തങ്ങളുടെ ഉറ്റ മനുഷ്യൻ മരണമടയുമ്പോൾ, വേർപെട്ട് പോകുമ്പോൾ അവിടെ പരാതി ഉന്നയിക്കാനോ അല്ലെങ്കിൽ അവരോട് ആവലാതികൾ പറയാനോ ഒന്നും ആയിരിക്കില്ലല്ലോ സാധാരണഗതിയിൽ ഒരു കുടുംബം ശ്രമിക്കുക. അവരതിൻ്റെ ഒരു വേദനയിലായിരിക്കുമല്ലോ. അരുൺരാജ്. ദിലീപ് കുമാർ, തീർച്ചയായും ഇപ്പോൾ ആ പരാതി കുറച്ചുകൂടി വ്യക്തമാണ്. ഡോക്ടർമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി ഇപ്പോൾ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്റെ ഭർത്താവിന് മതിയായ ചികിത്സ നൽകിയില്ല. ഈ ഡോക്ടറുടെ പേരടക്കം ഇക്കാര്യത്തിൽ ഈ ഭാര്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചികിത്സ നിഷേധിക്കുന്ന സമീപനമാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. ഈ രാത്രി മരണപ്പെടുന്നവരെ കാര്യമായ ചികിത്സ തന്റെ ഭർത്താവിന് ലഭിച്ചില്ല. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമെന്ന് കൃത്യമായി തന്നെ വെളിവാക്കുന്നതാണ് ഈ പരാതി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ സ്ഥലത്തിപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് പ്രതിഷേധം കൂടി ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഡോക്ടർമാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം എത്തുന്നത്. ഡോക്ടർമാർ ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ചികിത്സ കിട്ടാതെ ജീവൻ നഷ്ടപ്പെട്ട വേണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യമാണ് ഈ വേണുവിന്റെ സഹപ്രവർത്തകരായ ഓട്ടോ ഡ്രൈവർ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ പന്മനയിലെ നട്ടുകാരും അടക്കം ഇപ്പോൾ ഈ സ്ഥലത്ത് നടത്തുന്നത്. അങ്ങനെ ഈ പ്രതിഷേധം, കാരണം അവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് അടക്കം പോയതാണ്. അവിടെ എത്തുമ്പോഴും അവർക്കാർക്കും ഈ വേണുവിനെ കാണാനോ വേണുമായി സംസാരിക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള പ്രതിഷേധം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഈ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം വേണു ഈ നാട്ടിലെ ഒരു പ്രിയങ്കരനായിരുന്നു. സഹായങ്ങളുമായി എല്ലാവരുടെയും അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുമായി അടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. കാരണം വേണുവിന് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. പക്ഷേ വേണു ഏവരുടെയും കാര്യത്തിന് ഓടിയെത്തുന്ന വലിയ അന്തരീക്ഷമുള്ള സൗഹൃദ വലയമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വേണുവിന്റെ ഈ മരണം അത് അനാസ്ഥ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാകുന്നത്. കുടുംബത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും കുടുംബത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. ഇതിന്റെ ഡേറ്റ് അടക്കം എന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്, അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്തൊക്കെ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഫാക്സ് ആയിട്ടാണ് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനും ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. ദിലീപ് കുമാർ. അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗിക്ക് 6 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും വേണ്ടത്ര ചികിത്സ നൽകിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥയുണ്ടായിരിക്കുന്നു. 6-ാം ദിവസം ഈ അടിയന്തര ചികിത്സ ആവശ്യമായിരുന്ന രോഗി വേണു മരണമടയുന്നു. മരണമടയുന്നതിന് മുമ്പ് വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.